ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കറിയാം ഒരുപാട് നാളായി നമ്മുടെ ചാനലിൽ ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാനിപ്പോൾ UK-ലാണ്, സിബിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. സോ വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ വിസ ഒന്ന് റിജക്റ്റ് ആയതായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ വിസ വെച്ചപ്പം ഇത്തിരി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. ബട്ട് ലേറ്റ് ആയിട്ട് കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു. വിസ വന്നതും നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട് രാവിലെ. ഇപ്പം ഞാൻ എണീറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ ഫേസ് വാഷ് എന്ന് പറയുന്നത് ഡെർമക്കോൻ്റെ ആണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാട്ടിലാണേലും ഇവിടെ ആണേലും ഞാൻ കുറച്ച് നേരത്തെ എണീക്കുന്ന ഒരാളാണ്. സിബിൻ ഡ്യൂട്ടിക്ക് പോയേക്കാണ്. ആൾക്ക് നൈറ്റാണ്. ആൾ വരുമ്പോഴത്തേക്ക് ഒരു 7:45 ആവും. ഇതാണ് നമ്മുടെ കയറി വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇത് ഞങ്ങളുടെ ബെഡ്റൂം. ഇതിൻ്റെ നടുക്കായിട്ടൊരു സ്റ്റോറാണ്. അപ്പുറത്ത് ഒരു ബെഡ്റൂം ഉണ്ട്. പിന്നെ എൻട്രൻസ്. ഇത് നമ്മുടെ ഹോൾ ആൻഡ് കിച്ചൺ. ഇവിടെ ഒരു സ്റ്റോറാണ്. പിന്നെ ഇത് വാഷ്റൂം. അങ്ങനെ സിബിൻ നൈറ്റൊക്കെ കഴിഞ്ഞ് വന്ന ആൾ നല്ല ഉറക്കത്തിലാണ്. ആ സമയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ ആണ്. എൻ്റെ സ്കിൻ ഇപ്പോൾ ഭയങ്കര വൃത്തികെട്ട ഒരു സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അങ്ങനെ ആക്നെ പ്രോൺ സ്കിൻ അല്ല. ബട്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അത്യാവശ്യം കുറച്ച് പിമ്പിൾസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നല്ലോണം ടേക്ക് കെയർ ചെയ്താലേ ഇതൊക്കെ പോകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ശരിക്കും തണുപ്പൊട്ടും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. അപ്പം ഇനി ഇതെല്ലാം നമുക്ക് ഓൾറെഡി അറിയാം. എല്ലാം എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്ന് ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഫ്ലൂ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ളത് സൈനസൈറ്റിസ് ആണ്. അത് ഉള്ളവർക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 വീക്ക് ആകുന്നു. ഇപ്പോഴും എൻ്റെ നോസ് ഫുള്ള് ബ്ലോക്കാണ്. ഭയങ്കര തലവേദന. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തലവേദന. നിങ്ങൾക്കറിയാലോ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ തലവേദനയൊക്കെ ആണെങ്കിൽ അന്നത്തെ ഡേ തന്നെ ഫുള്ള് സ്പോയിലാണ്. രാവിലെ എണീറ്റ് വരുമ്പോൾ ഈ ഒരു വിൻഡോ ഓപ്പൺ ആക്കിയിട്ട് അവിടുത്തെ വ്യൂ കുറച്ച് നേരം നോക്കിക്കാൻ നല്ല രസമാട്ടോ. തലേന്ന് തന്നെ ഞാൻ കിച്ചണും റൂമും എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിടും. അതാകുമ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ അന്നത്തെ ഒരു മൂഡ് അങ്ങ് പോകത്തില്ല. പിന്നെ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഒന്ന് സ്റ്റീം ചെയ്യാറുണ്ട്. കാരണം എൻ്റെ സൈനസൈറ്റിസിന് അതൊരു ഭയങ്കര ആശ്വാസമാണ്. സൈനസൈറ്റിസ് മാത്രമല്ല, വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ, മൈഗ്രെയിൻ. ഇവർ രണ്ടുപേരും കൂടെ വന്ന പൊളിക്കും. ഇതെല്ലാം എക്സ്പെക്ട് ചെയ്താണ് ഞാൻ ഇങ്ങോട്ട് വന്നതെങ്കിലും ഇത്ര പെട്ടെന്ന് ഇതൊക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാനിപ്പോൾ ചൂടുവെള്ളം കുടിക്കാനായിട്ട് അത് റെഡിയാക്കുമായിരുന്നു. കൂടെ സ്റ്റീമും കൂടെ ചെയ്യണം. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചായിരുന്നു, ഡാഡിനെയും മമ്മീനെയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും. ഓഫ് കോഴ്സ് മിസ് ചെയ്യും എന്തായാലും. പിന്നെ രണ്ടുപേരുടെയും ക്യാരക്ടർ നല്ല ഡിഫറെൻ്റ് ആണ്. ഡാഡി ആണെങ്കിൽ കുറച്ചും ബോൾഡും സ്ട്രോങ്ങും ആയിട്ടാണ് എന്നെ വളർത്തിയത്. മമ്മിയാണെങ്കിൽ ഇമോഷണലി കണക്റ്റഡ് ആണ് ഞാനായിട്ട്. പക്ഷെ ഞാൻ രണ്ടുപേരെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു ചായ എന്തായാലും മസ്റ്റാണ്. ഇന്നിനി നമുക്ക് മെയിനായിട്ടൊരു പരിപാടിയുണ്ട്. സന്തോഷേട്ടൻ്റെ മോൻ്റെ ആദ്യ കുർബാനയാണ്. സന്തോഷേട്ടൻ സിബിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് റെഡി ആയിട്ട് പോകാൻ പോകുന്നത്. സോ ഗൈസ്, ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് കുറേ നേരമൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ നോർമലി കുറച്ച് നേരമൊക്കെ അങ്ങനെ നിൽക്കത്തുള്ളൂ. സോ ഇനി ഞാൻ ആക്സസറൈസ് ചെയ്യാൻ പോവാണ്. പിന്നെ ഞാൻ ഓർത്തു, ഇങ്ങനെ മുടി ഇങ്ങനെ വെക്കുന്നൊരു ഹെയർ സ്റ്റൈലുണ്ട്. അത് ആക്ച്വലി സിബിന് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണോ, ഈ ഔട്ട്ഫിറ്റിനോട് അതാണോ ചേരുക, ഒന്നും നോക്കണം. ഇതിൽ ഏത് വാച്ച് ഇടണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. I'll wear this. I have a jewelry box. എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇവിടെയാണ് കൂടുതൽ ആക്സസറൈസ് ഒക്കെ ചെയ്യുന്നത്. മാല, കമ്മലൊക്കെ ഇടാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ്. ബി ബ്ലണ്ടിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം കുറച്ച് നേരമൊക്കെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ഹെയർ സ്റ്റൈലാണോ ഇഷ്ടപ്പെട്ടത്? ലാസ്റ്റ് ഞാൻ വേറൊരു ഹെയർ സ്റ്റൈലും കൂടെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയട്ടോ.
അപ്പോഴേക്കും സിബിനും റെഡി ആയിട്ടുണ്ട്. അവൻ കുറച്ച് നേരം മ്യൂസിക്കൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കും. അതൊക്കെ അവൻ എൻജോയ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. സിബിൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോയത്. ആദ്യം തന്നെ നമുക്കൊന്ന് ഷോപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന്. അപ്പം അവിടുത്തെ ഷോപ്പിംഗ് സെൻറ്ററിൽ പോയിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. ഇവിടുത്തെ ഒരു ചേർച്ചിലായിരുന്നു പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് മേഴ്സിൻ ചേച്ചി, ഇതാണ് സന്തോഷേട്ടൻ്റെ വൈഫ്, ഇത് മോൻ മാത്തു, ഇവൻ്റെ ആയിരുന്നു ആദ്യ കുർബാന. സന്തോഷേട്ടനും ഉണ്ട് ഇവിടെ. കുറച്ച് കഴിഞ്ഞ് സിബിനും സിബിൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് ഞങ്ങളെ കൂട്ടാണ്ട് എവിടെയോ നടന്നു വന്നു. അപ്പോൾ ഞാനും നീരും കൂടിയിട്ട് പുറകെ ഓടിപ്പോരുന്നവരറിയാണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹാളിലേക്ക് എത്തി. ഇവിടെയായിരുന്നു നമുക്ക് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ഫുഡായിരുന്നു. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മേഴ്സിൻ ചേച്ചിയുടെയും സന്തോഷേട്ടൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ പോയി കുറച്ച് നേരം കത്തിയൊക്കെ അടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ഈ ഒരു വഴി നോക്കി എന്തൊരു ഭംഗിയാണെന്ന്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വ്യൂ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം ഒരു പടമൊക്കെ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് സൈനസൈറ്റിസ് കാരണം ഒന്നും അങ്ങനെ അങ്ങോട്ട് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ അവരുടെ കമ്പനി ഒരു രക്ഷയില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ സിബിൻ എന്തോ ഇവിടെ പണിയാനൊക്കെ ശ്രമിക്കുന്നു. ഇവിടെ ഇപ്പം സമയം രാത്രി 9 മണി. ഇപ്പോഴും ഇവിടെ നല്ല വെളിച്ചമാണ്. എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഇത് എപ്പോഴും ഉണ്ടാവില്ല, ഇപ്പം കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും. ഇതാണ് നീരു, നീരജ എന്നാണ് പേര്, നമ്മുടെ ഫ്രണ്ടാണ്. നീരു ഹായ്. എന്തെങ്കിലും പറയാനുണ്ടോ എൻ്റെ വ്ളോഗില്? തണുപ്പുണ്ടോ? തണുപ്പേ ഉള്ളൂ. സമയം ഇപ്പം എത്രയായി? 9:30. 9:30ക്കാണ് ഗൈസ് ഈ വെളിച്ചം. അടിപൊളിയല്ലേ? ഊതുമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.